പൂർണ്ണവർഗ സംഖ്യ ഏത്? നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് കാണണം. ഇത് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ സംഖ്യയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഇതിലത്തെ ഓരോ സംഖ്യയെയും അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക. അപ്പോൾ 9നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 3 സ്ക്വയർ എന്ന് എഴുതാം. 9നെ 3 സ്ക്വയർ, അതിൻ്റെ കൃതി 5. അതിൻ്റെ കൃതി 5 ഇൻറ്റു ഇത് ഒന്നും ചെയ്യാനില്ല, 5 ഘാതം 9. 4നെ എങ്ങനെ എഴുതാം? 2 സ്ക്വയർ, അതിൻ്റെ കൃതി 3. ഇനി നമുക്കിങ്ങനെ അറിയാം, എ ഘാതം എം ഹോൾ ഘാതം എൻ, എ ഘാതം എം ഇൻറ്റു എൻ ആണ്. അതായത് 2 കൃതി വരുമ്പോൾ ഗുണിച്ചെഴുതണം. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 3 ഘാതം 5 10 ഇൻറ്റു അതുപോലെ എഴുതാം, 5 ഘാതം 9 ഇൻറ്റു 2 ഘാതം ഇതും 2 ഇൻറ്റു 3 6. ഇനി നമ്മൾ കൃതികൾ നോക്കുക. കൃതികളെല്ലാം ഇരട്ട സംഖ്യകൾ വന്നാലേ പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ. ഇത് രണ്ടും കൃതികൾ ഇരട്ട സംഖ്യയാണ്, പക്ഷേ ഇത് ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. അതുകൊണ്ട് ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നമുക്ക് അടുത്ത ഓപ്ഷൻ എടുക്കുക. 3 ഘാതം 5 അതുപോലെ ഇടുക, ഇൻറ്റു 5 ഘാതം 3 അതുപോലെ ഇടുക. 6നെ നമുക്ക് 2 ഇൻറ്റു 3 എന്ന് പിരിച്ചെഴുതാം. എന്നിട്ട് അതിന് രണ്ടിനും ഈ കൃതി കൊടുക്കണം. അപ്പോൾ 2 ഘാതം 4 ഇൻറ്റു 3 ഘാതം 4 ഇൻറ്റു ഇവിടെ 4നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 സ്ക്വയർ, അതിൻ്റെ കൃതി 6 സമം 3 ഘാതം 5ഉം 3 ഘാതം 4ഉം, എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ, എ ഘാതം എം പ്ലസ് എൻ. കൃതികൾ കൂട്ടുമ്പോൾ 3 ഘാതം 5 4 കൂട്ടിയ 9 ഇൻറ്റു 5 ഘാതം 3 അതുപോലെ ഇട്ടു ഇൻറ്റു ഇത് 2 ഘാതം 12 വരും. ഇവിടെ 2 ഘാതം 4. ഇപ്പോൾ 2 ഘാതം 12 2 ഘാതം 4 കൂടി കൂട്ടുമ്പോൾ 2 ഘാതം 16. 2 ഘാതം 16. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കൃതികൾ ഇത് മാത്രം ഇരട്ട സംഖ്യ, ഇത് രണ്ടും ഒറ്റ സംഖ്യയാണ്. എല്ലാം ഇരട്ട സംഖ്യ വന്നാലേ പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ. അപ്പോൾ ഇതും പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഇതല്ല ഇതുമല്ല. അടുത്തത് 7 ഘാതം 4 അതുപോലെ ഇട്ടു, 5 ഘാതം 3 അതുപോലെ ഇട്ടു. 8നെ നമുക്ക് 2 ക്യൂബ്, അതിൻ്റെ കൃതി 7 ഇൻറ്റു 3 ഘാതം 5. 7 ഘാതം 4 ഇൻറ്റു 5 ഘാതം 3 ഇൻറ്റു ഇത് 2 ഘാതം 21. 2 ഘാതം 21 ഇൻറ്റു 3 ഘാതം 5. ഇത് കൃതികളെല്ലാം ഇരട്ട സംഖ്യകളല്ല, 4 മാത്രമേ ഇരട്ട സംഖ്യയുള്ളൂ. 3 24 5 ഒക്കെ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇതും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അവസാനത്തെ ഓപ്ഷൻ നോക്കാം. 2 ഘാതം 6 ഇൻറ്റു 5 ഘാതം 4 ഇൻറ്റു 3 ഘാതം 6 ഇൻറ്റു 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം, അതിൻ്റെ കൃതി 3. 2 ഘാതം 6 ഇൻറ്റു 5 ഘാതം 4 ഇൻറ്റു 3 ഘാതം 6 ഇൻറ്റു 2 ഘാതം 3 6. നമുക്കിത് രണ്ടും കൂടി കൂട്ടി എഴുതാം. 2 ഘാതം 6 6 12 ഇൻറ്റു 5 ഘാതം 4 ഇൻറ്റു 3 ഘാതം 6. ഇതിൻ്റെ കൃതികൾ നോക്കൂ, എല്ലാം ഈവൺ നമ്പേഴ്സാണ്, എല്ലാം ഇരട്ട സംഖ്യകളാണ്. അതുകൊണ്ട് ഇതാണ് പെർഫെക്റ്റ് സ്ക്വയർ.